അങ്ങനെ കരൾ കറിയും വെച്ച് ചോറും വെച്ച് നിന്നപ്പോഴാണ് കേട്ടോ ശ്രീയേട്ടൻ മീനും കൊണ്ട് വന്നത്. അപ്പോൾ പ്രാഞ്ഞിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് മീൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ വെട്ടി തേച്ച് കഴുകി ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട് നാളേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കൂടെ ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ കൊണ്ടുവന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെമ്മീനൊക്കെ ദേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി കുറച്ച് അധികം എടുക്കാട്ടെ. അങ്ങനെ ചെറിയുള്ളിയും ഇഞ്ചി ഒരു കഷ്ണം, പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴഞ്ഞ് വന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ എരിവും ഉണ്ടാവില്ല, കുറച്ചൊരു തിക്നെസ്സും കൂടെ കിട്ടും, നല്ല കളറും ഉണ്ടാവുമല്ലോ. പക്ഷേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ചെമ്മീനില്ലേ വേവിക്കുമ്പോൾ ഒന്നുകിൽ 3-4 മിനിറ്റ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി സോഫ്റ്റായി കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ട് കുറേ അധികം സമയം ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അപ്പോഴും സോഫ്റ്റായി കിട്ടുന്നുണ്ട്. ഇങ്ങനെ റബ്ബർ പോലെയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണ വരെ വെക്കണം കേട്ടോ. എന്നിട്ടിത് കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറിയാക്കിയിട്ട് ഉപയോഗിക്കാവേ. എന്നിട്ട് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ചോറ് കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ജാനൂട്ടിക്ക് ഞാൻ മിക്കവാറും എപ്പോഴും ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ. താങ്ക്